ഞാൻ കേരളത്തിലെ 12 ജില്ലകളിലായി നിരവധി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പാർട്ടി മുന്നണിയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യാനും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമാവാനും അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ എല്ലാം ചെന്ന സമയത്ത് കണ്ട ആളുകളുടെ പ്രതികരണം, ഞാൻ പറയുന്നത് ഞങ്ങളുടെ കൂടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത പാർട്ടി വർക്കേഴ്സിൻ്റെയോ മുന്നണി വർക്കേഴ്സിൻ്റെയോ UDF അനുഭാവികളുടെയോ മാത്രം കാര്യമല്ല. ഞങ്ങളുടെ ഏത് പ്രോഗ്രാമിനെയും വീക്ഷിക്കുന്നതിന് വേണ്ടിയും റോഡിൻ്റെ വശങ്ങളിൽ നിന്നിരുന്ന ആളുകൾ, വാഹനങ്ങളിൽ പോയിരുന്ന ആളുകൾ, കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ഇറങ്ങി വന്ന് അഭിവാദ്യം ചെയ്ത ആളുകൾ, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇക്കാര്യത്തെയും ധാർഷ്ട്യത്തെയൊന്നും ഇനി കേരളത്തിലെ ജനങ്ങൾ വെച്ച് പൊറുപ്പിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ സർക്കാരിനെ ചുമന്നു മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചുറച്ചതുപോലെയാണ് ഇതുവരെ നടന്ന പ്രചരണ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പോയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക്. അതുകൊണ്ട് മൂഡ് ഏതാണെന്ന് ചോദിച്ചാൽ മൂഡ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിൻ്റെ മൂഡാണ്. UDF സെഞ്ചുറി അടിച്ച് കേരളത്തിൽ തിരിച്ചു വരുന്ന മൂഡാണ് കേരളത്തിലെ ഗ്രൗണ്ടിലുള്ളത്. ഞാൻ ഇതിനു മുമ്പ് മാധ്യമങ്ങൾ പ്രചരണ സമയത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞ പോലെ റിയൽ ഇലക്ഷൻ സ്റ്റോറി, ഗ്രൗണ്ട് സ്റ്റോറി എന്നുള്ളത് UDFന് 100% അനുകൂലമാണ്. ഈ പാലക്കാട്ട് ഇന്നത്തെ സംഭവങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. BJP പറയുന്നത് ഇപ്പോഴും അതൊരു നിഴൽ മാത്രമാണ്. അല്ല, BJP നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് നിർത്തണം, എന്നിട്ട് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവണം. കണ്ണുള്ളവരെല്ലാം കണ്ടതാണ്, കാഴ്ചയുള്ളവരത് മനസ്സിലാക്കിയതാണ്. അത് കണ്ട ഒരാളുടെ മുമ്പിൽ, യാഥാർത്ഥ്യങ്ങൾ അത്രത്തോളം കണ്ട ഒരാളുടെ മുമ്പിൽ പിന്നെ മറിച്ച് പറയുകയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും മാധ്യമപ്രവർത്തകർക്കെതിരെ പറയും, വാർത്ത കൊടുത്തവർക്കെതിരെ പറയും, പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മളെല്ലാവരും കണ്ടതല്ലേ ആ വിഷ്വൽസ് കണ്ടതിനോടുള്ള പ്രതികരണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ. ഒരു പരിചയമില്ല എന്ന് പറഞ്ഞു, പ്രചരണത്തിന് മുമ്പുള്ള വേറെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു. ആ കാറിൽ തന്നെ ഇരിക്കുന്നതായിട്ടും ഒപ്പമുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടൊക്കെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടു. അതെല്ലാം കണ്ടത് വാർത്തയാക്കിയതും കണ്ടത് വിശ്വസിച്ചവരുമായിട്ടുള്ള ജനങ്ങളെ, അവരുടെ സാമാന്യ ബുദ്ധിയെ വീണ്ടും വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു അജണ്ടയല്ല. അവരെ നടപ്പിലാക്കിയ ഒരു കാര്യം ഒന്നേ ദൃശ്യത്തിൽ പതിഞ്ഞുള്ളൂ. ആ പതിഞ്ഞത് പുറത്തു വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുന്നു, അവരുടെ പണത്തെയും BJPയെയും രണ്ടും പാലക്കാട്ടെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. പാലക്കാടിന്റെ ആത്മാഭിമാനം വിൽപ്പനക്ക് വെച്ചിട്ടില്ല. പാലക്കാട് രമേശ് പിഷാരടി നല്ല ഭൂരിപക്ഷത്തിൽ, 5 അക്ക ഭൂരിപക്ഷത്തിൽ രമേശ് പിഷാരടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് അത് ഉന്നയിച്ച ആൾക്കെതിരെ പോലീസ് നടപടി എടുക്കണം. അല്ല, അപ്പൊ എനിക്കെതിരെയൊക്കെ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണല്ലോ അവതരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഇവരെ ചോദ്യം ചെയ്ത് അവർക്കെതിരെ നടപടി എടുക്കണം. കാരണം അങ്ങനെ ഒരു കേസിനകത്തൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അതങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? കാത്തു വെക്കാൻ പറ്റുമോ? ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ഓഡിയോ പ്രക്ഷോഭിന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. കൗൺസിലർ ആയതിനു ശേഷം 2-3 പ്രൊജക്ടുകൾ പറഞ്ഞു. പക്ഷെ തനിക്ക് ഷാഫിയെ പോലെ അഴിമതി നടത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് താല്പര്യം സ്ത്രീയോടാണ്, ആ ഒരു പെൺകുട്ടിയോടാണ് പറയുന്നത്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് പറയുന്നതായിട്ടുള്ള ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങക്ക് എന്താ തോന്നുന്നത് എന്നെ പറ്റി? അങ്ങ് ജനൻ TVയുടെ ഞാൻ പറയുന്നത് അങ്ങക്ക് എന്താ തോന്നുന്നത്? ഞാൻ അങ്ങക്ക് എന്നെ പരിചയമുണ്ടല്ലോ, എന്താ തോന്നുന്നത്? അത്തരം കാര്യങ്ങളൊന്നും മറുപടി അറിയിക്കുന്നില്ല. പ്രക്ഷോഭം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക, അതിനെതിരെ നടപടികൾ ചെയ്യും. അതിലേക്ക് നാട്ടിൽ എന്ത് നടന്നാലും അതിലേക്ക് ഒരു പേര് എന്നെ വലിച്ചു കെട്ടണ്ട. ഫ്ലെക്സ് ബോർഡുകളൊക്കെ വ്യാപകമായി ഇന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രിയോടെയാണ്. അത്തരത്തിൽ അവര് BJP ഒരു പ്രതികാര നടപടിയുമായാണോ മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നുണ്ട്? അല്ല, അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം അദ്ദേഹം വന്നപ്പം വളരെ ദുർബലനാണെന്ന് പറഞ്ഞു. പിന്നെ ചില കോണിൽ നിന്ന് അദ്ദേഹം കോമാളിയാണെന്ന് പറഞ്ഞു. ഓരോ ദിവസവും ഇവിടെ അദ്ദേഹം സ്പെൻഡ് ചെയ്തപ്പോഴും, ഓരോ തവണ ജനങ്ങളുമായി സംവദിച്ചപ്പോഴും, മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും, ഇഷ്യൂസിനോട് റെസ്പോണ്ട് ചെയ്തപ്പോഴും, അപ്പോഴെല്ലാം അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ അക്സെപ്റ്റൻസ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ച രീതി പോലും പാലക്കാട്ട് വലിയ മതിപ്പുണ്ടാക്കി. അതിൻ്റെ ശേഷം വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കെല്ലാം അദ്ദേഹം പറഞ്ഞ മറുപടി, രാഷ്ട്രീയമായി അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എല്ലാം പാലക്കാടൻ ജനത ഇഷ്ടപ്പെടുന്ന തരത്തിൽ രമേശ് പിഷാരടി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാട്ടൻ ജനതയുടെ ഹൃദയങ്ങൾ ഒരു ഇടം പിടിച്ചു എന്ന് കണ്ടപ്പോൾ തുടങ്ങിയ അസ്വസ്ഥതയാണ്. ആദ്യം വളരെ സില്ലിയായി, നിസ്സാരമായി 2 മുന്നണിയും കണ്ട ഒരാൾ ഇപ്പം എല്ലാ തരത്തിലുള്ള അറ്റാക്കിനും അദ്ദേഹം വിധേയനാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അദ്ദേഹമാണെന്ന ഒരു ഫ്ലെക്സ് ബോർഡ് തൊട്ട് ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾ വരെ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അദ്ദേഹം പാലക്കാട് ജയിക്കാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവ് എതിരാളികൾക്ക് കൃത്യമായിട്ട് ലഭിച്ചതുകൊണ്ടാണ്.